ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് ഒരു പേർഷ്യൻ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ഡയറക്ടഡ് ബൈ മുഹമ്മദ് റസൂലോഫ്. 77 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ സബ്മിറ്റ് ചെയ്ത് സ്പെഷ്യൽ ജൂറി പ്രൈസ് അവാർഡ് അടിച്ച സിനിമയാണിത്. പ്ലീസ് നോട്ട് ദ നെയിം ഓഫ് ദ മൂവി ആൻഡ് പ്ലീസ് നോട്ട് ദ നെയിം ഓഫ് ദ ഡയറക്ടർ. അതിന് രണ്ട് റീസൺ ഉണ്ട്. ആദ്യത്തെ റീസൺ ആണ് ഈ സിനിമ വാസ് വെരി ഹോണ്ടിങ് ആൻഡ് റീസെന്റ് ബെസ്റ്റ് മൂവീസ് ഹാവ് സീൻ ടിൽ നൗ. ആൻഡ് അടുത്ത റീസൺ ആണ് ഈ സിനിമയുടെ പുറകെ നടന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. മുഹമ്മദ് റസൂലോഫ് എന്ന ഡയറക്ടർ ആളുടെ മോസ്റ്റ്ലി എല്ലാ വർക്ക്സും ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ഇറാനിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇറാൻ അതോറിറ്റീസിന്റെ അഗെയിൻസ്റ്റ് പ്രൊപ്പഗാണ്ട സിനിമകളായിരിക്കും. സോ ഹി വാസ് സെന്റൻസ് ടു 3 years ഇംപ്രിസൺമെന്റ്. അതിനുശേഷം അത് റെഡ്യൂസ് ചെയ്ത് 1 year ഇംപ്രിസൺമെന്റോട്ടാക്കി മാറ്റി. അതിനൊക്കെ ശേഷമാണ് ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് എന്ന സിനിമ ഉണ്ടാക്കാൻ ഇറങ്ങിയത്. അതും വളരെ സീക്രട്ട് ആയിട്ട് വളരെ സേഫ് ആയിട്ട് ഒരു ക്ലോസ് സ്പേസിലേക്കാണ് മോസ്റ്റ്ലി ഷൂട്ട് ചെയ്തത്. ആ ഒരു ഹോൾ ടീമിനെ അറിയായിരുന്നു, ആ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്ന നിമിഷം അറിയായിരുന്നു നിങ്ങൾ എന്തിനാണ് അവർ തലവെക്കാൻ പോണേന്ന്. വളരെ സീരിയസ് ആയൊരു സിനിമ തന്നെയായിരുന്നു ഇത്. പിന്നെ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ശേഷം അവിടുത്തെ ഗവൺമെന്റ് അറിയിക്കുകയാണ് ഈ സിനിമയെ പറ്റി. ആൻഡ് മാക്സിമം ഈ സിനിമയെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി ഫ്രം ബീങ് സബ്മിറ്റഡ് ടു ദ കാൻസ് ഫിലിം ഫെസ്റ്റിവൽ. പക്ഷെ അപ്പോഴും ആരുടെയൊക്കെയോ ഹെൽപ്പ് കിട്ടിയതിനു ശേഷം ആ സിനിമ അവിടെ എത്തുകയാണ്. എന്നിട്ടാണ് നമുക്ക് പിന്നെ ഈ സിനിമ കാണാൻ പറ്റുന്നത്. അതിനുശേഷം ഈ ഡയറക്ടറിന് 8 years ഇംപ്രസൺമെന്റ് ആണ് ആ ഗവൺമെന്റ് കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഡയറക്ടർ ആ നാട് അവിടെ നിന്ന് വിടുകയാണ്. 28 days ജേർണിയാണ് ആ ഡയറക്ടർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത്രയും കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചാണ് ഡയറക്ടർ ഫൈനലി UK എത്തിച്ചേരുന്നത്. ശരിക്കും അതാണ് ഡെഡിക്കേഷൻ. അത്രയും ആ ഒരു സിനിമ എങ്ങനെയും പുറത്തെത്തിക്കണം എന്നൊരു ആ ഹോൾ കാസ്റ്റ് ക്രൂ ആ ടീമിന്റെ എഫേർട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം ഫോർ ദ ഹാർഡ് വർക്ക്, ഫോർ ദ എഫേർട്ട്, ഫോർ ദ ഡെഡിക്കേഷൻ. ഇപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടോ എന്താണ് ഈ സിനിമയിൽ ഇത്രയും വലിയ സംഭവം സംസാരിക്കണേന്ന്? നമുക്ക് ഈ സിനിമ കാണുമ്പോൾ റിയലൈസേഷൻ വരും, നമ്മൾ ശരിക്കും ഒരു സ്വർഗത്തിലാണ് താമസിക്കുന്നത്. അവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ലൈഫാണ് ഇവിടെ കിട്ടുന്നത്. ഈ സിനിമയുടെ കഥനെ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ 2022 നടന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത അല്ലെങ്കിൽ അത് കണക്ട് ചെയ്ത് പറ്റിയൊരു സ്റ്റോറിയാണത്. ആ ഒരു വർഷം അവിടുത്തെ വിമൻ മോസ്റ്റ്ലി യങ്സ്റ്റേഴ്സ് എല്ലാവരും ഒരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങുകയാണ്. ആ ഒരു പ്രൊട്ടസ്റ്റ് പിന്നീട് വളരെ ബ്രൂട്ടൽ ഒരു ബ്ലഡ് ഷെയ്ഡായി മാറിയതിനു ശേഷം അതെങ്ങനെ അവിടുത്തെ ഒരു ഫാമിലിനെ ഫിസിക്കലി ആൻഡ് മെന്റലി അഫക്ട് ചെയ്യുന്നു, അത് വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആണ്. ഇറാനിയൻ ഗവൺമെന്റിനെതിരെയുള്ള ഫൈറ്റ് ആണ് ഈ സിനിമ. സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമൻ ഷുഡ് ഹാവ് ദ റൈറ്റ് ടു ചൂസ് ഹു വിഷ് ടു വെയർ ഹിജാബ് ആൻഡ് ഹു ഡസ് നോട്ട് വിഷ് ടു വെയർ ഹിജാബ്. അതാണ് ഈ സിനിമയുടെ ഒരു സംഭവം. ടു ബി ഓണസ്റ്റ്, ഈ സിനിമ കാണുമ്പോൾ ലിറ്ററലി നമുക്കൊരു സഫക്കേഷൻ ഫീൽ ചെയ്യും. 2 ഗേൾസ് ഉണ്ട്, അവരാണ് സിനിമയുടെ 2 മെയിൻ കഥാപാത്രങ്ങൾ. അവർ ഈ സിനിമയിലൂടെ എന്തൊക്കെ സിറ്റുവേഷൻ, എന്തൊക്കെ ഇൻസിഡൻസ്, എന്തൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നു, എന്തൊക്കെ ഫീൽ ചെയ്യുന്നു, ഇറ്റ്സ് ലൈക്ക് സ്ട്രെസ്, പ്രഷർ, ടെൻഷൻ, ട്രോമ, ഇതെല്ലാം നമുക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ദിസ് മൂവി ഇസ് നോട്ട് ഫോർ ദ ഫെയിന്റ് ഹാർട്ടഡ്. വളരെ ഡിസ്റ്റർബിങ്ങും വളരെ ട്രോമറ്റൈസിംഗ് ആയ കുറെ സിറ്റുവേഷൻസും സീൻസ് ഒക്കെ സിനിമകത്തുണ്ട്. റിട്ടൺ ഓൾസോ ബൈ മുഹമ്മദ് റസൂലോഫ്. വളരെ ബ്രില്യൻ സ്ക്രീൻ പ്ലേ ആണ്. 2022 2023 ഒക്കെ ഇമേജസും വീഡിയോ ക്ലിപ്സും ഒക്കെ കളക്ട് ചെയ്ത് വളരെ ഇൻഫോർമേറ്റീവ്, വളരെ അവയർനെസ് തരുന്ന രീതിയിലാണ് ഇതിലെ കഥ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സിനിമയുടെ ക്ലൈമാക്സിലോട്ട് അടുക്കുന്നതോറും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് സിനിമയുടെ ഒരു നറേറ്റീവ് സ്റ്റൈൽ. സിനിമാറ്റോഗ്രഫി വളരെ ഹാർഡ് ഹിറ്റിംഗ് വിഷ്വൽസ് ആണ് സമ്മാനിച്ചിരിക്കുന്നത്. ക്ലോസ് സ്പേസിലാണെങ്കിൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യണം, നമുക്ക് എന്ത് തോന്നണം, അത് വളരെ കറക്റ്റ് മീറ്റേഴ്സിൽ തന്നെ നമുക്കത് ശരിക്കും കിട്ടും. ആൻഡ് സിനിമയുടെ ക്ലൈമാക്സിൽ ത്രില്ലിംഗ് മൊമെന്റ്സ് ആണെങ്കിൽ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് വളരെ ടൈറ്റ് ആൻഡ് എൻഗേജിംഗ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ മൂഡിനനുസരിച്ച് നല്ല സിങ്ക് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആ സിനിമയുടെ ബെസ്റ്റ് തന്നെയായിരുന്നു. സൊഹൈല ഗൊലസ്താനി ആസ് നജ്മെ, മിസാഖ് സാറെ ആസ് ഇമാൻ, മഹ്സ റൊസ്താമി ആസ് റസ്വാൻ, സെത്താറെ മാലിക് ആസ് സന, നിയോഷ അക്സി ആസ് സദാഫ്. ഇവരുടെയൊക്കെ ധൈര്യത്തിനും ആ ഒരു ഇന്റൻസ് പെർഫോമൻസിനും നമുക്കൊരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കണം. അമേസിംഗ് പെർഫോമൻസ് ആണ് ഇവരെ എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. അവർ ആ ഈച്ച് ആൻഡ് എവറി ഇമോഷൻസ് വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. കാശ്മീർ ഫൈൽസ് എന്ന ബോളിവുഡ് സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊത്തം കണ്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെടാൻ മാക്സിമം ചാൻസ് ഉണ്ട്. ആൻഡ് കാശ്മീർ ഫൈൽസ് എന്ന സിനിമ ZEE5 അവൈലബിൾ ആണ്. പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ശരിക്കും ഈ സിനിമ ഒരു പവർഫുൾ വോയിസ് ആണ് എഗെയിൻസ്റ്റ് ഗോഡ്, എഗെയിൻസ്റ്റ് റിലീജിയൻ. ശരിക്കും ആ വിമൻ ഓഫ് ഇറാൻ അവിടുത്തെ ആൾക്കാരുടെ ഒരു വോയിസ് ആണ്. സോ എല്ലാവരും ഈ സിനിമേനെ ഒരേപോലെ മനസ്സിലാക്കണമെന്നില്ല. ബട്ട് ദിസ് ഇസ് എ ഗ്രേറ്റ് മൂവി, മസ്റ്റ് വാച്ച്.